നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അഭിമന്യു എന്നാണ് പേര്. പൂയം നക്ഷത്രം, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്. വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യാണ്. ബിടെക് ഇലക്ട്രിക്കലാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. അച്ഛൻ ചന്ദ്രൻ, അമ്മ സൗദാമിനി, അംഗനവാടി ടീച്ചർ. സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ബിടെക് ആണ് സിസ്റ്റർ. ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് SBI ബ്രാഞ്ച് മാനേജറാണ്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഈ 3 ഡിസ്ട്രിക്റ്റുകളുടെയും ബോർഡർ ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കൊക്കൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ മലപ്പുറമാണ് ഡിസ്ട്രിക്ട്. ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറം, പക്ഷേ പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ബോർഡറിലാണ് ഇവർ താമസിക്കുന്നത്. അഭിമന്യുവിനെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അഭിമന്യുവിൻ്റെ നക്ഷത്രം പൂയം, ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ, ലോക്കോ പൈലറ്റായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ്സായിരിക്കുന്നു. അച്ഛൻ ചന്ദ്രൻ, അമ്മ സൗദാമിനി, അംഗനവാടി ടീച്ചർ. സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവർ ഗവൺമെൻറ് സർവീസിലാണ്. അവരും ബിടെക് ഹോൾഡറാണ്. അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് SBIയുടെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മലപ്പുറം, അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. എന്നാലും അവർ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, ഇതിൻ്റെ 3ൻ്റെയും ബോർഡർ ഏരിയ ആയിട്ടുള്ള സ്ഥലത്താണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയൊക്കെ ഇനിയിപ്പോൾ കല്യാണം നോക്കണം, എങ്ങനെയൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, എവിടങ്ങളെ തടസ്സമുണ്ടാവുക, ജാതകം, പ്രൊഫൈല്, മാട്രിമോണി സൈറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടക്കത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 2-3 കാര്യം ഞാൻ സൂചിപ്പിക്കാം. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഒന്ന്, വിവാഹപ്രായമെത്തിയ കുട്ടിയുമായി അച്ഛനമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് സംസാരിക്കുക, നല്ലൊരു ഡിസ്കഷൻ വയ്ക്കുക. എന്താണ് ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. ആ കുട്ടി പറയും, ഇന്ന ക്വാളിഫിക്കേഷനെങ്കിലും വേണം, ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയാൽ നന്നായി, ഇത്ര ഹൈറ്റ്, വെയിറ്റ്. 100% ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും നിങ്ങൾ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ആരാണോ കുട്ടിക്ക് വേണ്ടി വിവാഹം നോക്കുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം ഈ കാര്യങ്ങൾ. എന്നാൽ വളരെ എളുപ്പമാണ് മറ്റുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാറ്റിനും മക്കളോട് ചോദിക്കട്ടെ, ഓരോ പോയിന്റ് വന്നു കഴിഞ്ഞാലും മക്കളോട് ചോദിക്കട്ടെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഡിസ്കഷൻ വയ്ക്കുക. ഒരു തരത്തിലും അതൊരു വഴക്കോ ബഹളത്തിലേക്കോ പോകരുത്. എന്ന് മാത്രമല്ല, ആ ഡിസ്കഷൻ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ കുട്ടിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ആൾറെഡി ഒരു വിവാഹ ബന്ധം, അതായത് ലവ് അഫെയർ ഉണ്ട്, അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയെ തീർച്ചയായിട്ടും പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് കുട്ടിയുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വല്ല ലവ് അഫെയർ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഭംഗിയായിട്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആ കുട്ടി പറയുന്ന തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. ഒരു തരത്തിലുള്ള ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോകരുത്. ഒന്നാമത്തെ കാര്യം ഇത്. 2, നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. നല്ലൊരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അത് എഴുതി ഉണ്ടാക്കിയതിന് ശേഷം 2 3 വട്ടമെങ്കിലും ഇരുന്ന് വായിക്കണം. അതായത് വായിക്കുന്ന ആൾക്ക് ഒരു സുഖം തോന്നണം. എല്ലാ വിവരങ്ങളും ഉണ്ട്, ഒന്നും സംശയകരമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. കഴിയാവുന്നത്ര പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ജാതക വർത്തമാനങ്ങൾ കഴിയാവുന്നത് കുറച്ച് എഴുതുക. ഒരു പരിധി വിട്ടിട്ട് ജാതകത്തിൻ്റെ ഡീറ്റെയിലുകൾ എഴുതാതിരിക്കുക. അതായത് വായിക്കുന്ന ആൾക്ക് പേടി തോന്നുന്ന രീതിയിൽ കഴിയുന്നതും ജാതക വർത്തമാനം ഒഴിവാക്കുക. എന്താണ് ഈ പേടി തോന്നുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പലരും എഴുതുന്നത് കാണാം, ഒരു ദോഷം, മരദോഷം, 2 ദോഷം, 2.5 ദോഷം, ചൊവ്വ ദോഷം, കുജദോഷം, 7 ചൊവ്വ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വായിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. ഒരു നാളെ എഴുതി ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ബർത്ത് പ്ലേസും കൊടുത്താൽ ഒരു ജാതകത്തിൻ്റെ എല്ലാ വിവരങ്ങളും ആയി. നിങ്ങൾ കഴിയാവുന്നത്ര ജാതകത്തിനെ പറ്റി പഠിക്കാതിരിക്കുക ഈ കല്യാണം കഴിയുന്നവരേക്ക്. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ജാതകത്തിൻ്റെ ഡീറ്റെയിൽസ് വളരെ കുറച്ച് എഴുതുക. അടുത്തത് പഠിപ്പ്, എഡ്യൂക്കേഷൻ. 10ാം ക്ലാസ് വരെ എവിടെയിരുന്നു, ഏത് സ്കൂളിലായിരുന്നു, 12th എവിടെയായിരുന്നു, ഗ്രാജുവേഷൻ ഏത് കോളേജിലായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, ഹയർ സ്റ്റഡീസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് എബോവ്, അതൊക്കെ ഓരോരോ കോളേജുകളും എന്തായിരുന്നു സബ്ജക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ആളുകൾക്ക് മനസ്സിലാവണം, ഇത് ഇന്ന സ്കൂളിൽ നിന്നാണ്, ഇന്ന കോളേജിൽ നിന്നാണ്, ഇന്ന ദിക്കുന്നാണ് MS പാസ്സായിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോലി. എവിടെയാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ കൃത്യമായിട്ട് അത് എഴുതുക. ലൊക്കേഷൻ എഴുതണം, എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ എന്നുള്ളത് എഴുതണം, എത്ര രൂപ സാലറി ഉണ്ട് അത് കൃത്യമായിട്ട് എഴുതണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാലറി നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? 100% സാലറി നോക്കിയിട്ട് തന്നെയാണ്. ചിലർ എക്സെപ്ഷണൽ കേസ് മാത്രം ഉണ്ടാവാം, അതൊന്നും നോക്കാതെ. എന്തുകൊണ്ടാണ് ഞാൻ നോക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുട്ടികൾക്ക്, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു 10 ലക്ഷം രൂപ സാലറി ഉണ്ട്, ആൺകുട്ടിക്ക് വന്നിട്ട് 6 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടി എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഈ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് തോന്നും, ഇവർക്ക് സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. ഒരു ഈഗോ ക്ലാഷിനുള്ള ധാരാളം ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ സാലറി കൂടിയതുകൊണ്ട് കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രൊഫൈൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതണം. ഹൈറ്റ്, വെയിറ്റ്, ഈ അച്ഛൻ്റെ വീട് എവിടെ, അമ്മയുടെ വീട് എവിടെ, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, എല്ലാ വിവരങ്ങളും. സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അവർ ചെയ്യുന്നത്, മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പ്രൊഫൈലിൽ കാട്ടുക. അനാവശ്യമായിട്ട് കുട്ടികളെ പറ്റി വല്ലാതെ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെരുപ്പിച്ച് കാട്ടേണ്ട ഒരു കാര്യമില്ല. എൻ്റെ മകൾ അങ്ങനെയായിരുന്നു, എൻ്റെ മകൻ അങ്ങനെയാണ്, അതൊന്നും കാട്ടണ്ട. കാരണം അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 3 വട്ടമെങ്കിലും ഇരുന്ന് വായിക്കുക. മക്കളെ കൊണ്ട് ഒന്ന് വായിപ്പിക്കുക. എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ തറവാട് അമ്പലം, അതായത് ധർമ്മദൈവങ്ങൾ, അല്ലെങ്കിൽ വെളുത്തങ്കാവ്, നാഗങ്ങൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇങ്ങനെയുള്ള ദൈവിക സാന്നിധ്യങ്ങൾ നിങ്ങളുടെ തറവാടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി, മറ്റുള്ളവർ ചെയ്യണ്ട. ഇത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. ഈ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ പറ്റി എന്താണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്നുള്ളത് കഴിയാവുന്നത്ര മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അവർ എത്ര പ്രൊഫൈൽ തരും, എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എത്ര രൂപ ആദ്യം അടയ്ക്കണം, കല്യാണം നിശ്ചയം ആയിക്കഴിഞ്ഞാൽ എത്ര രൂപ അവർ പറയുന്നുണ്ട്. കാരണം കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് മംഗളകരമായിട്ടാണ് നടക്കണം. ഒരു കാരണവശാലും ആരുമായിട്ട് ഒരു വഴക്കോ ബഹളത്തിനോ പോകരുത്.
അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് തന്നെ വേണം ഓരോ കാര്യങ്ങളും, ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. പോകുന്ന സമയത്തൊക്കെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഏത് തരത്തിലൊക്കെ അപകടങ്ങൾ വരികയെന്ന് ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുക. അച്ഛനല്ലേ പറഞ്ഞത്, അമ്മയല്ലേ പറഞ്ഞത് കുട്ടികൾ ചോദിക്കും, വീട്ടുകാർ ചോദിക്കും, നാട്ടുകാർ പറയും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ വക കാര്യങ്ങളൊക്കെ. അങ്ങനെ മാട്രിമോണിയൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, അവർ പ്രൊഫൈലുകൾ അയച്ചുകൊണ്ടിരിക്കും. ഈ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഫൈലിലെ ആളുകളുമായിട്ട് സംസാരിക്കണം, നന്നായിട്ട് സംസാരിക്കുക, നല്ല രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ. ഒരു ബന്ധുവീടാവാൻ പോകുന്ന വീടായിരിക്കും, അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ ഒരു ഗുണം, നമുക്കൊരു കോൺഫിഡൻസ് എത്തുക, കുഴപ്പമില്ല നല്ല ഫാമിലിയാണ് എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ജാതകം നോക്കൽ വേണമെന്നെങ്കിൽ ജാതകം നോക്കുക, കുട്ടികൾക്ക് ഫോട്ടോ കാട്ടിക്കൊടുക്കുക, അതൊക്കെ ഓക്കെ ആണെങ്കിൽ ജാതകം നോക്കാൻ പോവുക. ജാതകം നോക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സ്ഥിരമായിട്ട് ഒരു പണിക്കരെ കാട്ടരുത്, 3, 4, 5 പണിക്കരെങ്കിലും കാട്ടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി ആണെങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ 4, 5 ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോകണം. അതിൽ ഏത് ജ്യോത്സ്യൻ പറയുന്നുവോ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് വെച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊരു പരിചയപ്പെടൽ, അവർക്കൊരു പേടിയില്ലാതെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ പെണ്ണ് കാണാനായിട്ടാണ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്തൊരു കൺവീനിയൻറ്റ് ഡേ പെണ്ണ് കാണാൻ വിളിക്കും. ഈ പെണ്ണ് കാണാൻ വിളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കുട്ടികൾ തമ്മിൽ നന്നായിട്ട് സംസാരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവർ സംസാരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. 1 ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, 2 എഡ്യൂക്കേഷൻ, 3 മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, അടുത്തത് 4 ജോലി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അടുത്തത് അമിതമായ ലോണുകൾ വല്ലതും ഉണ്ടോ, ബാങ്കിങ് ലോൺ, EMI എത്രയുണ്ട്, കഴിയാവുന്നത്ര കുട്ടികൾ തമ്മിൽ ഇത് സംസാരിച്ചിരിക്കണം. അതിനൊരു മടി വിചാരിക്കേണ്ട. അത് കൃത്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച്, വീട്ടിൽ വെച്ചല്ല പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയും പുറത്ത് വെച്ച് കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് പറയാൻ പറ്റും, നോക്കൂ എനിക്ക് ആൾറെഡി ഒരു ലവ് അഫയർ ഉണ്ട്, നീ വേറെ നോക്കിക്കോളൂ, ഇത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്ത് വെച്ച് കാണണം എന്നുള്ളത്. അങ്ങനെ കണ്ട് 2 കുട്ടികൾ കംഫർട്ട് ആയതിനു ശേഷം, ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിനോട്ട് വിളിക്കാവൂ. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 90% ഓക്കെ ആയിരിക്കണം. പിന്നെ ഒരു പിൻവലിയാൻ പാടില്ല, അയ്യോ നോ എന്ന് പറയാനുള്ളൊരു ഏർപ്പാട് ഉണ്ടാവരുത്. അപ്പോൾ കഴിയാവുന്നത്ര ഭംഗിയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കുക, അതായത് ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊക്കെ ഒന്നും പറയരുത്, കൃത്യമായിട്ട് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവരുത്. എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാരാളം ഈ ഡിവേഴ്സ് കേസുകളിൽ 90% ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് സംസാരിക്കാതെ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് കൂടുതലും ഡിവേഴ്സിലേക്ക് എത്തുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാം കുട്ടികൾക്ക് മംഗളമായിട്ട്, ഇവിടെ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.